ഓക്കെ ഓക്കെ കറക്കെടുത്ത് പൊക്കിക്കൊണ്ട് എടേ ഈ പോസ്റ്റ് കഴിഞ്ഞ് വേണം. ഈ പോസ്റ്റ് കഴിഞ്ഞിട്ട് പൊക്കണം. പോസ്റ്റ് കഴിഞ്ഞിട്ട് പൊക്കടാ. പോസ്റ്റ് കഴിഞ്ഞിട്ട് പൊക്ക്. പോസ്റ്റ് കഴിഞ്ഞിട്ട് എടാ പൊട്ട. പോസ്റ്റ് കഴിഞ്ഞിട്ട് പൊക്ക്. ഓക്കെ ആണ്. ആ ഓക്കെ ഓക്കെ ആയില്ലടാ. പണി പാലും വെള്ളത്തേക്ക് ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് അച്ഛനെ ക്യാൻസറൊക്കെ ബാധിച്ച് ഇങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് പണ്ടാരക്കുളത്ത് ജംഗ്ഷൻ കൊണ്ട് വീട്ടിൽ നിന്ന് ആൾക്കാരെ ഇറക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിവാണ്. അപ്പോൾ ആ ജംഗ്ഷനിൽ എപ്പോഴും വളരെ സ്ലോ ഇതൊക്കെ വരാറുണ്ട്. അന്ന് ഇച്ചിരി ആശുപത്രി കേസൊക്കെ ഒരു അല്പം തിരക്കില്ല. അതുകൊണ്ട് വന്ന് ആ ടേൺ ചെയ്ത മിനി കൽപ്പകവാടിയിൽ അവിടെ നിങ്ങോട്ട് തിരിഞ്ഞ് പടിഞ്ഞാട്ട് തിരിഞ്ഞ് വരുമ്പോൾ ഒരു ബൈക്ക് എൻ്റെ സൈഡിൽ നിന്നും പെട്ടെന്ന് നല്ല സ്പീഡിൽ മുന്നോട്ട് മൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ബാക്ക് വീൽ അങ്ങ് മേപ്പോട്ട് പൊങ്ങുക. എൻ്റെ ഒരു ഉദ്ദേശം വണ്ടി മറിയാൻ പോവാണ് എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി ബ്രേക്ക് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. ഉടനെ തന്നെ വെട്ടിച്ചു. ആ ഷാപ്പിൻ്റെ വേലിയെല്ലാം ഇടിച്ച് പൊളിച്ച് വണ്ടി അകത്തോട്ടം കയറി. എന്താ സംഭവം എന്ന് ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് ബൈക്കിനടുത്ത് ഒരാളെ നിൽപ്പുണ്ട്. ഒരു 3 പേര് കണ്ടത്തിൽ സൈഡിൽ പോയി ക്യാമറയൊക്കെ. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, ഈ ടേണിങ്ങിന് കിടന്നാണോ നിങ്ങളിങ്ങനെയൊക്കെ അഭ്യാസങ്ങൾ കാണിക്കുന്നത്? ഇപ്പോൾ ഒരു അപകടം, വലിയൊരു അപകടമല്ലേ ഉണ്ടാകണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ പയ്യൻ്റെ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചത്, ടേൺ ചെയ്തൊക്കെ വരുമ്പോൾ ഫോൺ അടിച്ചൊക്കെ പറഞ്ഞു, അല്ലേ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു. മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന സമയമായതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് ഓട്ടോറിക്ഷ. അതുകൂടെ ഇങ്ങനെ എൻ്റെ ക്ലാസ് എല്ലാം പൊട്ടിയതിൻ്റെ ഒരു വിഷമത്തിൽ ഞാനൊരു സ്വാഭാവികമായിട്ടൊരു പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായി. ആദ്യം ഓടി വന്ന് അടി കിട്ടുന്ന ഇവനാണ്. എന്തോടെ കാണിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം അടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓട്ടക്കാരൻ പാസ് ചെയ്ത് പോയിട്ട് വണ്ടി ഓട്ടിട്ട് വിടല്ല അവന്മാരെ, അവനെ ഞങ്ങൾക്ക് കൂടെ തല്ലണം, വിടല്ലെന്ന് പറയും. പുള്ളി തിരിച്ചു വരുന്ന ആ സമയം കൊണ്ട് ഭാഗ്യത്തിന് പോലീസ് വന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ പുള്ളിയുടെ ഇടിയും കൂടെ ഞങ്ങൾ മേടിച്ചു തരാം. ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. 2 കക്ഷികളാണല്ലോ, ഇവിടുത്തുകാരെന്ന് പറയാൻ പാടില്ല. സ്റ്റേഷനിൽ വിളിച്ചു. SIയും പാർട്ടിയും വന്നു. ഞങ്ങൾ എല്ലാവരും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. പോലീസ് ഇവൻ കയറി ഇരുന്നപ്പോൾ തൊപ്പിയിലാണ് കയറിയിരിക്കുന്നത്. പോലീസുകാരുടെ തൊപ്പിയെടുത്ത ഒറ്റ എന്തോന്നാണ് കാണിക്കുന്നത് സാറേ, അത് പെട്ടെന്ന് എന്തെങ്കിലും. ഈ കേരള പോലീസ് എഴുതിയിരിക്കുന്ന ഇവിടെ ഇതില്ലേ ഈ തൊപ്പിയുടെ, അപ്പം ഈ വഴക്ക് കേട്ടോണ്ടിരിക്കുക. ആ മൂടില് ഞാനിങ്ങനെ അറിയാതെ ഊരി എടുത്തു. പോലീസുകാരെങ്ങനെയായിരുന്നു? പോലീസുകാർ മാന്യതയായിട്ട് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി വളച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഓൺ ദ സ്പോട്ടിൽ തീർന്നേനെ. കാര്യം പുള്ളി ഇടിച്ച് ഞാൻ പറഞ്ഞു വീണ. ആ പുള്ളി അച്ഛന് വയ്യാടക്കുന്ന ആ വരവ് വന്നിട്ടും പുള്ളി എന്നെ രക്ഷിച്ച പുള്ളിയുടെ ഞാൻ ഇപ്പോഴും പുള്ളിയുടെ സത്യം പുള്ളി അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഗൾഫിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ വിളിച്ചെടാ, ഞങ്ങളുടെ ഇവിടെയുള്ള കൂട്ടുകാരന്മാരെല്ലാം നിന്റെ വീഡിയോ കണ്ട് ശരിയാണ്, നിനക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, അതൊക്കെ ചോദ്യം നാട്ടുകാർ വല്ലിക്കൊന്ന. എൻ്റെ ഒരു റിലേറ്റീവ്, ഞാൻ ആ പുള്ളിക്കാരൻ്റെ വൈഫിന് ഞാൻ ഏതോ പാട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നടുക്കിയിരിക്കുന്നത് ആ ചേച്ചി ഇപ്പുറം ഇരിക്കുന്നു. വലതുവശത്ത് ചേട്ടൻ വന്നിട്ട് എന്നോട് പറയൂ, എടാ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, നിന്റെ അതേ സൗണ്ട് പോലെ ഇരിക്കുക എന്നും പറഞ്ഞ് എൻ്റെ സൈഡിൽ വന്നിട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയാം നന്നായി, അതൊക്കെ പതുക്കെ. പക്ഷെ അന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് നന്നായി, ഭയങ്കര മെച്യൂരിറ്റി ആയി. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബൈക്ക് മേടിക്കണമെന്ന്. അത് ഇതൊക്കെ അടിച്ചുപൊളി ബൈക്കല്ല, നമുക്ക് എന്തായാലും ഒരു ബൈക്ക് വേണം എന്നുള്ള ആഗ്രഹമാണ്. ഇതല്ല ദൈവാനുഗ്രഹിച്ച ഞാൻ മേടിച്ചിരിക്കും. സാധാരണ ആക്സിഡന്റ് എല്ലാവർക്കും വലിയ ദുഃഖവും ദുരിതവും ഒക്കെയാണ് സമ്മാനിക്കുന്നത്. ഞങ്ങളുടെ ഈ ആക്സിഡന്റ് നേരിട്ട് വണ്ടി ഇടിച്ചില്ലെങ്കിലും അത് കണ്ട് ലോകത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് ചിരിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. ഒരു കാര്യം മനസ്സിലായി, മദ്യപിച്ച് വണ്ടി ഓടിച്ച് ചെയ്തതൊക്കെ സംഭവം ഉണ്ടാവും മനസ്സിലായി. ഇന്ന് വേറെ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല.